ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. പൂനെയിൽ നിന്നും മുംബൈയിലേക്ക് എക്സ്പ്രസ് വേയിലേക്ക് പോകുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാണ്. രണ്ട് സൈഡിലായിട്ട് ട്രംപറ്റ് ട്രീസാണ് കാണുന്നത്. നമ്മൾ കൊറിയയിലും അതുപോലെ തന്നെ ജപ്പാനിലൊക്കെ കാണുന്ന ചെറി ബ്ലോസം പോലത്തെ ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പൂനെയിലെ ഏറ്റവും വലിയ നഴ്സറിയായ സഞ്ജയ് നഴ്സറിയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല നഴ്സറികളിൽ ഒന്നാണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ ആന്ധ്രയിൽ നിന്നും ഒക്കെ ആളുകൾ ബൾക്കായിട്ട് പ്ലാന്റ്സ് വാങ്ങിക്കുന്ന ഒരു നഴ്സറിയും കൂടിയാണ്. My name is Tripti. I am a landscape designer in Sanjay Nursery, Pune. So now Madam has visited here for the listing the plants of indoor plants and outdoor plants. So basically my company is established in 1985. So now we are working as an indoor plants specialized. We have mostly pothos, all kind of pothos, green money plant, golden money plant, as well as succulents, cactus, hanging ones also we have. Now we have imported anthuriums also, cactus, orchids also, and as well as we are a manufacturer of plastic pots also. ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കുന്നത് ആന്തൂറിയംസിനെ പറ്റിയാണ്. ആന്തൂറിയം തന്നെ അവർ പോട്ട് വന്നിട്ട് സെൽഫ് വാട്ടറിങ് പോട്ട്സിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ കാണാത്ത തരത്തിലുള്ള കളേഴ്സിലുള്ള ആന്തൂറിയം പ്ലാന്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ പൂനെയിൽ പോയതിൻ്റെ കുറച്ച് കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ളത് വരും ദിവസങ്ങളിൽ കാണാം. സഞ്ജയ് നഴ്സറിയുടെ തന്നെ ഇനി ഒരുപാട് കാണിക്കാനുണ്ട്, ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹായ്, ഞാൻ സലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ സഞ്ജയ് നഴ്സറിയിലേക്ക് വന്ന സമയത്ത് ഒരുപാട് കേരളത്തിലേക്ക് അയക്കാനുള്ള പ്ലാന്റ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ട ഒരു ആന്തൂറിയമാണ് ഡബിൾ പെറ്റലായിട്ടുള്ള ആന്തൂറിയംസ്. അത് നമ്മളവിടെ നാട്ടിൽ അത്ര കോമൺ അല്ല. എന്നാൽ ഇവിടെ ഒരുപാട് പ്ലാന്റ്സ് ഈ ഒരു ഡബിൾ പെറ്റലിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർ കൂടുതലായിട്ട് വളം കൊടുക്കുന്നത് NPK ഫെർട്ടിലൈസർ തന്നെയാണ്. NPK ആണ് ഇവർ കൂടുതലായിട്ടും വാട്ടർ സൊല്യൂബിളായിട്ട് വെള്ളത്തിൽ NPK നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഇവർ സ്പ്രേ ചെയ്താണ് ഇതിന് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല ഇതെല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആന്തൂറിയംസ് ആണ്. അതുകൊണ്ട് തന്നെ പൂക്കളായിരിക്കും കൂടുതൽ, ഇലയേക്കാളിലും കൂടുതൽ പൂക്കളായിരിക്കും വരുന്നത്. ഫോസ്ഫറസ്, നൈട്രജനൊക്കെ വളരെ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ആന്തൂറിയംസ് നന്നായിട്ട് വളർന്നു വരത്തുള്ളൂ. ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ ഇന്ന് കേരളത്തിലേക്ക് പോകുന്ന പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ആന്തൂറിയംസ് വളർത്തുമ്പോൾ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒരുപോലെ വളർത്താൻ പറ്റും. കൊക്കഡാമയായിട്ട് നമുക്ക് ഇടാൻ സാധിക്കും. അതുമാത്രമല്ല ഇൻഡോർ വെക്കുന്ന സമയത്ത് ആണെങ്കിൽ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഓവർ വാട്ടറിങ് പാടില്ല. നമ്മൾ വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് അതിൻ്റെ റൂട്ട്സൊക്കെ ചീഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാതിരുന്നാലും ആന്തൂറിയംസ് പെട്ടെന്ന് തന്നെ ചീത്തയാക്കും. അതുപോലെ സൺലൈറ്റ് നോക്കുവാണെങ്കിൽ ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടിയാൽ മാത്രം മതി. അതിന് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകളെല്ലാം ചീത്തയാവുന്ന കാണാം. അപ്പം നമുക്ക് ഇൻഡോറായിട്ട് വെക്കുവാണെങ്കിൽ വിൻഡോ സൈഡിലൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഔട്ട്ഡോറാണ് വെക്കുന്നതെങ്കിൽ വലിയ മരങ്ങളുടെയൊക്കെ താഴെയൊക്കെ നമുക്ക് വെക്കുവാണെങ്കിൽ നന്നായിട്ട് വളർന്നു വരുന്ന കാണാം. ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് ഇപ്പം കൂടുതലായിട്ടും വരുന്ന, നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആന്തൂറിയംസ്. വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ടാഴ്ച കൂടുമ്പം 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക. അതുപോലെ തന്നെ
ഈ കാണുന്നത് നമ്മുടെ കേരളത്തിലെ നഴ്സറിയിൽ അധികം കാണാത്ത ഒരു കളറാണ് യെല്ലോ കളറിലുള്ള ആന്തൂറിയംസ്. വളരെ ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ആന്തൂറിയംസ് മാത്രമല്ല, ഒരുപാട് ഫോളിയേജ് പ്ലാന്റ്സ്. അത് നമ്മൾ ഈ നഴ്സറി കണ്ടു തീർക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അത്രയോളം കാണാനുണ്ട് ഈ നഴ്സറിയിലെ പ്ലാന്റ്സ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കണ്ടതിലെല്ലാം. ഇതൊക്കെ വൈറ്റ് കളറിലുള്ള ആന്തൂറിയംസ് ആണ്. അതുമാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഒന്നും പ്രൈസ് ഇപ്പം പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഡയറക്റ്റായിട്ട് നമ്മൾ വന്ന് ഓരോ പ്ലാന്റ്സ് ആയിട്ട് സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ പ്രൈസ് വേറെയാണ്. വെബ്സൈറ്റിൽ എപ്പോഴും അവരുടെ ഓഫേഴ്സ് ഉണ്ടാവും. ഓഫേഴ്സിൽ അതിൻ്റെ പ്രൈസ് വേറെയാണ്. അപ്പോൾ രണ്ടും പ്രൈസ് വ്യത്യാസമായതുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുമല്ല, പോട്ട്സിൽ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചെറിയ പോട്ട്സിലാകുമ്പം പ്രൈസ് കുറവായിരിക്കും. അതുപോലെ സെൽഫ് വാട്ടറിങ് പോട്ട്സിലാണെങ്കിൽ കുറച്ചും കൂടെ പ്രൈസ് കൂടുതലായിരിക്കും. പിന്നെ പ്ലാന്റ്സിൻ്റെ വലുപ്പം അതെല്ലാം വെച്ചിട്ടാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിരിക്കാം. അതിൽ കൂടെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അതല്ല, നഴ്സറിയിൽ നിന്നാണ് നിങ്ങൾ നഴ്സറിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പ്ലാന്റ്സ് വാങ്ങിക്കാൻ, ബൾക്കായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് തരാം. അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു മിനിമം ഓർഡർ ഉണ്ട്. അത് എത്രയാണെന്ന് അവർ പറഞ്ഞു തരും. എത്ര എടുക്കുമ്പോഴാണ് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉള്ള, അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുമായിട്ട് സംസാരിക്കാം. എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നത് തൃപ്തി എന്ന് പറഞ്ഞ മാഡമാണ്. മാഡത്തിൻ്റെ നമ്പറും ഞാൻ കൊടുത്തേക്കാം. Now we have basically getting the orders from the entire Kerala as well as the Bangalore as well. So if you want to place the order, you can contact us on the given number. Also we have our own online website. You can place the order on our website. Also you can visit here if it is possible. 365 ദിവസവും പൂക്കൾ തരുന്ന ആന്തൂറിയംസ് ആണ് ഈ കാണുന്നത്. ചെറിയ മിനിയേച്ചർ ടൈപ്പിലുള്ള ആന്തൂറിയംസ് ആണ്. ഇത് ഒരു ചെറിയൊരു ബോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതിനും ഇപ്പോൾ നല്ല ഡിമാൻഡുണ്ട്. അപ്പം നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഫോളിയേജ് പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതായിരിക്കും. ഞാൻ പൂനെയിലേക്ക് പോയത് മോൾക്കിപ്പോൾ സ്കൂളിൽ വെക്കേഷനൊക്കെ ആയത് കാരണം എൻ്റെ സിസ്റ്ററിനോട് വീട്ടിലേക്കാണ് പോയത്. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ സഞ്ജയ് നഴ്സറിയിലേക്ക് പോയത്. രാത്രിയിലായിരുന്നു കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ്. ഇൻഡിഗോയിലാണ് പോയത്. നല്ല സർവീസായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി ഒരു സർവീസ് മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ നിന്നും. ഇപ്പം റീസെൻ്റായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് പൂനെയിലേക്ക് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മോൾക്കും ഒരു വെക്കേഷൻ ടൈമാണ്. 3-4 ദിവസം ഞങ്ങൾ പൂനെയിലുണ്ട്. അതിനുശേഷം മുംബൈയിലേക്ക് പോവുകയാണ്. മുംബൈയിലും ഞങ്ങളുടെ റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയോട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇതിപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. അവിടെ ഞാൻ കണ്ട കുറച്ച് ക്യൂരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഞാൻ കണ്ട 2 പെയിൻറ്റിങ്സ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് എഗ് ഷെൽസ് കൊണ്ട് മുട്ടത്തോട് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ്. വളരെ ഭംഗി, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടാണ് ഓരോ മുട്ടത്തോടും എഗ് ഷെൽസും ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ സിസ്റ്ററിലോയും ബ്രദറിലോയും ഒക്കെ ഡോക്ടേഴ്സാണ്. അപ്പം അവരൊക്കെ രാവിലെ പോകാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പം ഇവിടെയാണെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അധികമൊന്നുമില്ല, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അലോവേരയും പീസ് ലില്ലിയും ഒക്കെ ആയിട്ട്. അലോവേരയൊക്കെ നമുക്ക് പിരിച്ചു നടേണ്ട സമയമായിട്ടുണ്ട്. ചേച്ചിക്ക് പെയിൻറ്റിങ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേയേറെ പെയിൻറ്റിങ്സ് കാണാൻ സാധിക്കും. ചേച്ചിയും ഫാമിലിയും ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പം അവിടെ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഓരോ ആർട്ട് വർക്കുകളും വാങ്ങിക്കാറുണ്ട്.
പല സ്ഥലങ്ങളിൽ പോയപ്പം കളക്ട് ചെയ്ത പെയിൻറ്റിങ്സാണ് ഇവിടെ കൂടുതലായിട്ടും വെച്ചിരിക്കുന്നത്. ഇതും ഇന്തോനേഷ്യയിലൊക്കെ പോയ സമയത്ത് വാങ്ങിച്ച പെയിൻറ്റിങ്സാണ്. യാത്രകൾ ഒത്തിരി ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ കൾച്ചറും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾക്ക് മനസ്സിന് തന്നെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ കാണുന്ന പെയിൻറ്റിങ് വർക്ക് കണ്ടിട്ട് എനിക്കൊരു ട്രൈബൽ ആർട്ട് പോലെ തോന്നി. ഇതിന് ശരിക്കും വേറെ എന്താണ് പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും നല്ല ഭംഗിയായിട്ട് ആ പെയിൻറ്റിങ്സൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പുറത്തോട്ട് പോയിട്ടില്ല. പുറത്തോട്ട് പൂനെയിലെ പല സ്ഥലങ്ങളിലും പോകാനുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ സഞ്ജയ് നഴ്സറിയുടെ വീഡിയോസിൻ്റെ കൂടെ ഉണ്ടാകും. അതുവരേക്കും ബൈ.